മനാഫ് നമ്മളോടൊപ്പം ഉണ്ട്, ലോറി ഉടമ. മനാഫ്, ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ലാത്തൊരു വിവരം മനാഫിന് അറിയാമല്ലോ. ആ സമയത്ത് സാധാരണ നിലയിൽ, അതായത് ചൊവ്വാഴ്ച രാവിലെ ഈ ദുരന്തമുണ്ടാകുമ്പോൾ പതിവ് പോലെ തന്നെ അവിടെ ഒരുപാട് ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ടാകണം. കാരണം അവിടെ ആളുകൾ വിശ്രമിക്കുകയും കുളിക്കാൻ വേണ്ടി ഗംഗാവാലി നദിയിലേക്ക് പോവുകയും കിടന്നുറങ്ങുകയും ചായ കുടിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടി വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരിടമാണിവിടെ. അപ്പോൾ ആ ദിവസം എത്ര ലോറി ഈ ദേശീയപാതയുടെ ഓരത്തുണ്ടായിരുന്നു എന്നതിൻ്റെ കണക്കില്ല, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കണക്കില്ല. അപ്പോൾ വളരെ വലിയ അനുമാനങ്ങളിലാണ് നമ്മൾ ഈ എല്ലാ പരിശോധനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അർജുൻ്റെ ലോറി അവിടെ ഉണ്ടായിരുന്നു, GPS അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ എത്ര ലോറികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു പിടുത്തവുമില്ല. അപ്പോൾ അങ്ങനെ അവ്യക്തതയിലാണ് മുഴുവൻ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ മനാഫ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തതയാകുന്നുണ്ടോ മനാഫിന്? ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരച്ചിൽ ഇനിയിപ്പോൾ ഗംഗാവാലിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ? നമ്മളെ ലോറി അഥവാ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്ര വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിലും എല്ലാ വണ്ടിയും പുഴയിലേക്കും ഉണ്ടാവുക. നമ്മളിത് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ 40 ടണ്ണ് അവിടെ നിർത്തിയിട്ട എല്ലാ വണ്ടീനെക്കാട്ടിയും വെയിറ്റ് നമ്മളെ വണ്ടിക്ക് വയ്ക്കും, ടാങ്കറിനെക്കാട്ടിയും വെയിറ്റ് നമ്മളെ വണ്ടിക്ക് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടി പോലും ആ പരിസരത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഒലിച്ചു പോയിട്ട് അങ്ങോട്ട് പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. പുഴയല്ലാതെ പുഴൻ്റെ റോഡിൻ്റെ ഇടയിൽ സ്ഥലമുണ്ട്, അവിടെ മണ്ണ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, അത് നിർത്തിയിട്ടൊന്നുമില്ല. ആ മണ്ണ് പൂർണ്ണമായിട്ട് കല്ലുണ്ട്. കാരണം നമ്മൾ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരിക്കണം ഇവരോട്, ഈ ഭാഗത്ത് ഇടത്തെ ഭാഗത്തുള്ള മണ്ണ് വലത്തെ ഭാഗത്തേക്ക് ഇടരുത്, നിങ്ങൾ അവിടുന്ന് കൊണ്ടുപോകണം. പക്ഷെ ഇവരൊന്നും കേട്ടില്ല. നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്തല്ല നിങ്ങൾ GPS കാണിച്ചത്, അങ്ങനെയാണെങ്കിൽ അത് നോക്കിയാൽ മതി പറഞ്ഞിട്ട് എടുത്ത്. അപ്പം ആദ്യം മുതലേ നമ്മൾ പറയുന്നുണ്ട്, പാരലായിട്ട് 2 ഭാഗത്തും നിങ്ങൾ നോക്കണം. ഇടത്തെ ഭാഗത്തും ശരിയാണ്, നമ്മൾ പുഴ അധികം കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന് കാരണം പുഴയിൽ നമ്മൾ ആ പരിസരത്തൊന്നും നമ്മൾ മരം കാണുന്നില്ല. മരം എങ്ങനെ എന്തായാലും ഒഴുകും. ഞാൻ സ്വന്തം പോയിട്ട് കടലിൻ്റെ അവിടെ വരെ പോയി നോക്കിയിട്ടുണ്ട്, ആ ഭാഗത്തൊന്നും ഒരു മരം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു മനാഫ് ആണ് അതിൽ ഉറപ്പിച്ചു പറഞ്ഞത് ലോറി ഈ മണ്ണിനടിയിൽ റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ടാകുമെന്നല്ലേ? അല്ല, ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം 2 ഭാഗം റോഡിൻ്റെ, അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇടത്തെ ഭാഗത്തിന്. പക്ഷേ പാരലായിട്ട് 2 ഭാഗവും പണിയെടുക്കണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറേ ഉണ്ട്. ഒരു പ്രോപ്പർ നേതൃത്വം അവിടെ ഇല്ലേനും ആ സമയത്ത്. ആരോടാണ് ഈ കാര്യങ്ങൾ പോയി സംസാരിക്കേണ്ടത്? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചില ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുമ്പോൾ ഇന്നോ പറയണ്ട, അവിടെ പോയി പറയും. അപ്പോൾ അവിടെ പോയി പറയുമ്പോൾ അത് നമ്മളെ പണിയില്ല, അത് ഇവിടെ പറയും. ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ടായിനും. ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളില്ലേനും നമ്മളെ ആവശ്യങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഭാഗങ്ങളൊക്കെ ഒരിപ്പം പരിശോധിക്കുന്നത് കുറച്ച് മുന്നേ ആവാമായിരുന്നു. ഇതിൽ തന്നെ വലിയ വലിയ പാറകളുണ്ട്. അതായത് ഈ ലോറിൻ്റെ അത്ര വലുപ്പമുള്ള പാറകൾ വരെ അവിടെ ഉണ്ട്, വന്നിക്കണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാട്ടുകാർക്ക് പരാതി ഉണ്ട്, പല എക്സ്ക്ലൂസീവ് ആയിക്കണ് മറ്റ് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി തീർത്തു കൊടുക്കേണ്ടത് അത്രയും വിദഗ്ധരായ ഏതെങ്കിലും അന്വേഷണ വിഭാഗത്തിനെ ഏൽപ്പിക്കണം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. എന്തായാലും ഇത് അർജുൻ്റെ വീട്ടുകാർക്കും ഞമ്മക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാനുള്ള അവകാശമുണ്ട് എന്ത് സംഭവിച്ചെന്ന്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സ്ഥലത്ത് പറഞ്ഞ മാതിരി എൻ്റെ അത് ലോറിയാണ്, അല്ലാതെ കപ്പലല്ല, കടലിലൊന്നല്ല, ഞാൻ കപ്പലിറക്കിയതല്ല. ഈ കടലിലൊക്കെയാണ് പോയതെങ്കിൽ ഓക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ചെറിയൊരു ഏരിയ മണ്ണിടിഞ്ഞതാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ലോറി ആ മരത്തോട് കൂടിയിട്ട് എവിടെ പോയി? എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അത് കണ്ടെത്തിയ ഉത്തരം കിട്ടണമല്ലോ, ആളെ കിട്ടണം, ഉത്തരം കിട്ടണം. കുറേ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും വിഷമിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറേ ന്യൂസ് ചാനലിലും മറ്റുള്ള കമൻസും ഓരോരുത്തർക്ക് എതിരായിട്ട് ഇങ്ങനെ പറയരുത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വണ്ടിയും മരവും ഒന്നും ഒരു പ്രശ്നമല്ല.
ഇതിൻ്റെ കുറച്ച് മുന്നേ, മാസങ്ങൾ മുന്നേ, അവിടുന്ന് ഇവിടുന്ന് ഇതിപ്പോൾ കുംട്ട ഏരിയ ആണ് ഇത്, അങ്കോല കുംട്ട. ഉടുപ്പിയിൽ വെച്ചിട്ട് എൻ്റെ ലോറി മരമായിട്ട് വരുമ്പോൾ ഫുൾ ലോറി നിന്ന് കത്തി. നമ്മളെ ഡ്രൈവർ ചൂടായ ടയറുമേലേക്ക് വെള്ളം ഒഴിച്ചത് അത് തീയായി പടർന്നുപോയി. ഫുൾ ലോറി കത്തി. എനിക്ക് ഇൻഷുറൻസ് ചെറിയ പൈസ കിട്ടിയിട്ടുള്ളൂ. മരത്തിന് തീരെ പൈസ കിട്ടൂല, കാരണം അത് വേറെ ഇൻഷുർ ചെയ്യണം. ഞാനത് പോട്ടെ, അതൊന്നും പ്രശ്നമില്ല, ആള് പോകരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ആള് പോകരുത്. ഞമ്മക്ക് എനിക്ക് ഇത്ര വൈകാരികത എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും അടുത്ത് സംസാരിക്കുന്ന ആളുകളാണ്. ഓൻ്റെ ഭാവി പദ്ധതി എന്താണ്, ഓൻ എന്തൊക്കെ ചെയ്ത് A to Z എനിക്കറിയാം. എന്നെക്കാട്ടിയും കൂടുതൽ എൻ്റെ അനിയൻക്കറിയാം. 4 മണി വരെ എൻ്റെ അനിയന് 4 മണി 3 മണി ടൈം വരെ ആ ദിവസം പോലും സംസാരിച്ചിക്കണ് മുബീന്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി ബന്ധം എന്താന്ന്. ഇട്ടേച്ച് പോരാൻ തോന്നൂല. അതന്നെ മനാഫ്, അതറിയാമല്ലോ. കാരണം ഇതിപ്പോൾ ഇവിടെ ഇത്രയും വലിയ തിരച്ചിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, സേനയടക്കമുള്ള സംഘം എത്തി ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ മനാഫാണ്. മനാഫ് ഇതിനു വേണ്ടി നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടുപ്പവും ആഴമൊന്നും മനാഫ് പറയേണ്ട കാര്യമേ ഇല്ല, അതെല്ലാവർക്കും അറിയാം.